ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടിയതിനു പിന്നാലെ ആദ്യം കണ്ട ആളെക്കുറിച്ചും ചർച്ചയാവുന്നു. തളാപ്പിലെ കുമാർ ബിൽഡിംഗ്സിന്റെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലെ സുരക്ഷാ ജീവനക്കാരനും മുൻ സൈനികനുമായ ബി ഉണ്ണികൃഷ്ണനാണ് ആദ്യം കണ്ടത്. തളാപ്പ് പരിസരത്ത് ഗോവിന്ദചാമി ഉണ്ടായെന്ന വിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ. രാവിലെ വാർത്ത അറിഞ്ഞതു മുതൽ ഞങ്ങൾ പോലീസിനൊപ്പം തിരച്ചിൽ നടത്തി. ആദ്യം കിണറ്റിൽ ആരെയും കണ്ടില്ല. ഇടയ്ക്ക് വെച്ച് ഗോവിന്ദചാമിയെ പിടികൂടിയെന്ന വാർത്ത വന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാവരും അപ്പുറത്തു പോയി. എന്നാൽ അല്പസമയത്തിനകം പ്രതിയെ പിടികൂടിയില്ലെന്ന് വിളിച്ചു പറഞ്ഞു. തുടർന്ന് സംശയം തോന്നി ഞാൻ വന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ അതിനുള്ളിൽ കയറിൽ തൂങ്ങി പ്രതി നിൽപ്പുണ്ടായിരുന്നു. മിണ്ടിയാൽ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞു. തമിഴ് കലർന്ന മലയാളത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഞാൻ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് പോലീസ് ഓടി വന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞാനിവിടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. പിന്നെ നമ്മൾ രാവിലെ ഞാൻ ഓഫീസിൽ വന്നതിന് ശേഷം ഇവിടെ മെസ്സേജ് കിട്ടി ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടുണ്ട്, ഈ പരിസ്ഥിതി എവിടെ ഉണ്ടെന്നുള്ള ആൾക്കാർ പോലീസും ജനങ്ങളൊക്കെ കൂടെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ ഇവിടെ പിന്നെ സെർച്ച് ചെയ്തു. ഇവിടെ വന്ന് ഇവിടെ നോക്കി കാണുന്നു. എല്ലാം ഞാൻ നോക്കിയിട്ടാണ് പോയത്. ബാക്ക് സൈഡ് കമ്പനി ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ യാതൊരു ലക്ഷണവും ഇല്ല. ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് മെസ്സേജ് വന്നത് ഗോവിന്ദസ്വാമിയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരെല്ലാം പിടിച്ച സ്ഥലത്തേക്ക് കൂടി. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ പിടിച്ചിട്ടേ ഇല്ല. അവിടെ ഞാൻ ആ സമയത്ത് പോയി നോക്കട്ടെ. തിരിച്ച് വീട്ടിലേക്ക് ഇവിടെ വന്നപ്പോൾ പുറത്തുള്ള വാട്ടർ ടാങ്കും എല്ലാം ഞാൻ നോക്കി. പിന്നെ ഒരു സംശയം തോന്നി, പിന്നെ ഒന്നുകൂടെ തുറന്ന് നോക്കാമെന്നുള്ളത്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ തന്നെ കണലിൽ ഞാൻ തുറക്കുമ്പം ഇതിന്റെ ശബ്ദം കേട്ടിട്ട് അയാൾ വെള്ളത്തിൽ നിന്ന് മുങ്ങിയെന്നാണ് തോന്നുന്നു. പെട്ടെന്ന് എനിക്കിപ്പോൾ വെള്ളത്തിൽ സൗണ്ടും വന്നല്ലോ. കറക്റ്റ് ഒരാൾ കയറിൽ പിടിച്ചിട്ട് പറഞ്ഞു. എന്നോട് ഭീഷണിപ്പെടുത്തിയത് പിന്നെ മുണ്ടിപ്പോയി ഞാൻ കുത്തിക്കൊല്ലെന്ന് പറഞ്ഞു. തമിഴ് മിക്സ് ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ നീ പോടോന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉടനെ വെച്ചിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് അവർ പിടിച്ചു. ഏത് വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു ഇതുവഴി അപ്പുറത്തെ കുറച്ച് കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ വന്ന് ഇതിന്റെ മുകളിൽ പിടിച്ചിട്ട് കയറിയിട്ടുണ്ടാവാം. മറ്റേ ഇതുവഴി വരാൻ ചാൻസ്. ഈ കയറാണോ അയാള്? പോലീസിനെയും നാട്ടുകാരെയും കണ്ടയുടൻ ഇയാൾ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. കറുത്ത പാന്റാണ് വേഷം, ഷർട്ട് ധരിച്ചിരുന്നില്ല. ഗോവിന്ദചാമിയെ വിശദമായി ചോദ്യം ചെയ്യും. ജയിൽ ചാടാൻ ആരെങ്കിലും സഹായിച്ചോ എന്നതിനെക്കുറിച്ചും അന്വേഷിക്കും. വളരെ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ പ്രതികരിച്ചു. 2011 ഫെബ്രുവരി 1 ഗോവിന്ദചാമി യുവതിയെ ബലാത്സംഗം ചെയ്തത്. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു യുവതി. ജോലി കഴിഞ്ഞ് ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വനിതാ കമ്പാർട്ട്മെന്റിൽ തനിച്ചുണ്ടായിരുന്ന യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ഗോവിന്ദചാമി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 6 മരിച്ചത്. തമിഴ്നാട് വിരുതാംചലം സ്വദേശിയാണ് ഗോവിന്ദചാമി. ചാർലി തോമസ് എന്നാണ് യഥാർത്ഥ പേര്. തമിഴ്നാട്ടിൽ മോഷണമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.